ഹോർമൂസ് കടലെടുക്ക് അടച്ചുപൂട്ടി ആഗോള സമ്പദ് വ്യവസ്ഥയെ ഭീഷണിപ്പെടുത്താമെന്ന് കരുതിയ ഇറാനെ 6 വശങ്ങളിൽ നിന്നും വളഞ്ഞ് അമേരിക്കൻ സൈന്യം. കേവലം വൻ വ്യോമാക്രമണം മാത്രമല്ല, മിഡിൽ ഈസ്റ്റിനെ തന്നെ പിടിച്ചു കുലുക്കാൻ പോകുന്ന ഏറ്റവും രക്തരൂക്ഷിതമായിട്ടുള്ള ഒരു കരയുദ്ധത്തിന് കളമൊരുക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാന്റെ തന്ത്രപ്രധാനമായിട്ടുള്ള ഹോർമൂസ് ഖാൻ പ്രവിശ്യയെ പൂർണ്ണമായും ഒറ്റപ്പെടുത്തുന്ന ഭീതിജനകമായിട്ടുള്ള സൈനിക തന്ത്രമാണ് US ഇപ്പോൾ പുറത്തെടുത്തിരിക്കുന്നത്. ലോജിസ്റ്റിക് ഐസൊലേഷൻ അഥവാ ശത്രുവിന്റെ സപ്ലൈ ലൈനുകൾ പൂർണ്ണമായും വെട്ടിമാറ്റുക എന്ന ക്രൂരവും എന്നാൽ ഏറ്റവും മാരകവുമായിട്ടുള്ള ഒരു യുദ്ധതന്ത്രമാണിത്. ഇറാന്റെ ആകെ വ്യാപാരത്തിന്റെ 85% കൈകാര്യം ചെയ്യുന്ന ബന്ദർ അബ്ബാസ് തുറമുഖമാണ് അമേരിക്കൻ മിസൈലുകളുടെ പ്രധാന ലക്ഷ്യം. ഇറാന്റെ സൈന്യത്തിന് ആവശ്യമായിട്ടുള്ള ആയുധങ്ങളും ഭക്ഷണവും ഇന്ധനവും എത്തിക്കുന്ന പ്രധാന ഞരമ്പാണ് ഈ തുറമുഖം. ബന്ദർ അബ്ബാസിനെ വടക്കൻ ഇറാനുമായി ബന്ധിപ്പിക്കുന്ന ഷാഹിദ് മിർസായ് ടണൽ ബോംബിട്ട് പൂർണ്ണമായി അമേരിക്ക തകർത്തു കഴിഞ്ഞു. കൂടാതെ റെയിൽവേ സ്റ്റേഷനുകളും പ്രധാന ഹൈവേകളിലെ പാലങ്ങളും തകർത്തതോടെ ഇറാന്റെ തലസ്ഥാനമായിട്ടുള്ള ടെഹ്റാനുമായിട്ടുള്ള ബന്ധം പൂർണ്ണമായും അറ്റനിലയിലാണ്. കുടിവെള്ള പ്ലാന്റുകളും വൈദ്യുതി നിലയങ്ങളും തകർക്കപ്പെട്ടതോടെ തീരദേശ മേഖലകളിൽ ഇറാൻ സൈന്യം കടുത്ത പ്രതിസന്ധിയിലാണ്. ഒമാൻ ഉൾക്കടലിൽ ഇറാന്റെ കണ്ണുകളായി പ്രവർത്തിച്ചിരുന്ന ചബഹാർ ടവർ തകർത്ത US നാവികസേന ഹോർമൂസ് കടലിടുക്കിൽ ശക്തമായിട്ടുള്ള നാവിക ഉപരോധവും ഏർപ്പെടുത്തി കഴിഞ്ഞു. വർഷങ്ങളായി അന്താരാഷ്ട്ര വ്യാപാര പാതയായിട്ടുള്ള ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണം കൈവശം വെച്ച് പാശ്ചാത്യ രാജ്യങ്ങളെയും ആഗോള ഇന്ധന വിപണിയെയും സമ്മർദ്ദത്തിലാക്കുന്ന ഒരു നയമായിരുന്നു ഇറാൻ സ്വീകരിച്ചു പോന്നിരുന്നത്. ഏതെങ്കിലും ഒരു രാജ്യം, അമേരിക്കയോ ഇസ്രയേലോ, ഇറാനെ ആക്രമിച്ചാൽ ഉടനെ ഇറാന് യാതൊരു അവകാശങ്ങളും ഇല്ലാത്ത ഹോർമൂസ് കടലിടുക്ക് അടച്ചുപൂട്ടി മുഴുവൻ ലോക രാജ്യങ്ങളെയും ബുദ്ധിമുട്ടിക്കുക എന്നതായിരുന്നു ഇറാൻ ഇതുവരെ പയറ്റി പോന്നിരുന്ന ഒരു തന്ത്രം. എന്നാൽ ഒരു കരയുദ്ധത്തിലേക്ക് കടക്കും മുൻപ് ശത്രുവിന്റെ പ്രതിരോധ ശേഷിയും ആശയവിനിമയ സംവിധാനങ്ങളും പൂർണ്ണമായും തകർത്ത് അവരെ നിരായുധരാക്കുക എന്ന പരമ്പരാഗത യുദ്ധതന്ത്രമാണ് അമേരിക്ക ഇവിടെ പയറ്റുന്നത്. ഇതോടെ US കരസേന ഇറങ്ങുമ്പോൾ ഇറാനിലെ ജനങ്ങളിൽ നിന്ന് ശക്തമായിട്ടുള്ള എതിർപ്പ് ഉണ്ടാകില്ല എന്നാണ് വാഷിംഗ്ടൺ കണക്ക് കൂട്ടുന്നത്. എന്നാൽ കടലാസിലെ ഈ കണക്കുകൂട്ടലുകൾ പോലെ എളുപ്പമാകില്ല അമേരിക്കൻ കാര്യങ്ങൾ എന്നാണ് ആഗോള പ്രതിരോധ വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ്. ഏകദേശം 1000 കിലോമീറ്ററോളം നീണ്ടു കിടക്കുന്ന ഹോർമൂസ് ഖാൻ തീരപ്രദേശം പ്രകൃതിദത്തമായിട്ടുള്ള പാറക്കെട്ടുകളും കുന്നുകളും നിറഞ്ഞതാണ്. ഇതിനുള്ളിലെ രഹസ്യ ഭൂഗർഭ ബങ്കറുകളിൽ ഇറാൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന മാരകമായിട്ടുള്ള മിസൈലുകളും ചാവേർ ഡ്രോണുകളും അമേരിക്കൻ സേനയ്ക്ക് വമ്പൻ ഭീഷണി തന്നെയാണ്. ഖാർഗ് ദ്വീപ് പോലുള്ള മേഖലകൾ പിടിച്ചെടുക്കാൻ ശ്രമിച്ചാൽ അതൊരു വലിയ രക്തച്ചൊരിച്ചിലേക്ക് വഴിമാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ചുരുക്കത്തിൽ, കൃത്യമായിട്ടുള്ള ആക്രമണങ്ങളിലൂടെ ഇറാന്റെ നട്ടലൊടിക്കാൻ ട്രംപിന്റെ ഈ മാസ്റ്റർ പ്ലാനിന് സാധിച്ചിട്ടുണ്ടെങ്കിലും ഒരടി മുന്നോട്ട് വെച്ച് കരയുദ്ധത്തിലേക്ക് കടന്നാൽ അത് അമേരിക്കയ്ക്ക് എളുപ്പത്തിൽ തിരിച്ചു കയറാൻ പറ്റാത്ത മറ്റൊരു വിയറ്റ്നാമോ അഫ്ഗാനിസ്ഥാനോ ആയി മാറാൻ സാധ്യത ഏറെയാണ്. ആഗോള രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന ഈ വൻ പടയൊരുക്കം ഇനി എങ്ങോട്ട് തിരിയുമെന്ന് വരും ദിവസങ്ങളിൽ കണ്ടറിയാം. മിസ്റ്റർ ക്രിസ്റ്റ്യൻ മലയാളം.